السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ചെയ്ത നന്മകളൊക്കെ പടച്ച റബ്ബ് കബൂലാക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ ഭാഗങ്ങളും അവൻ്റെ മഹദ് ഫദൽ കൊണ്ട് അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. എല്ലാവർക്കും ഒരു പുതുവർഷ ആശംസകൾ നേർന്ന് മുഹറത്തിൻ്റെ ആരംഭ ദിവസത്തിൽ ഏതാനും ചില കാര്യങ്ങൾ മാത്രം സംസാരിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം ഒരു കലണ്ടർ മാറ്റം മാത്രമല്ല, അത് അവൻ്റെ ജീവിതത്തെ പുതുക്കാനും നന്മകളിലേക്ക് മുന്നേറാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടെയാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിൻ്റെ അവസാന ഭാഗത്ത് 190 മുതൽ 200 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹു നമുക്ക് നൽകിയ കുറേ നിഅമത്തുകളെ നമ്മളെ ഓർമ്മിപ്പിച്ച് പ്രാർത്ഥനയോടുകൂടെയുള്ള ചില പ്രത്യേകമായ പരാമർശങ്ങൾ കാണാം. ആ ഭാഗം ഏകദേശം മുഴുവൻ വളരെ മഹത്വമേറിയ പ്രാർത്ഥനകളാണ്. അത് ആരംഭിക്കുന്നത് ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലും, വഖ്തിലാഫിൽ ലൈലി വൻ നഹാരി, രാവും പകലും മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം പാഠങ്ങളുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് അതിൽ ധാരാളമായി പാഠങ്ങളുണ്ട്. ആരാണ് ചിന്തിക്കുന്നവർ? അല്ലദീന യതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള്, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ ആലോചിച്ചു കൊണ്ടിരിക്കും. എന്നിട്ട് ആധുനികവും അല്ലാത്തതുമായ പഠനങ്ങൾ വഴി ഈ പ്രപഞ്ചത്തിൻ്റെ മഹാതിശായം ബോധ്യപ്പെടുമ്പോൾ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, പടച്ചവനെ നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതേ അല്ല. ഈ ഒരു ബോധത്തിലേക്ക് നമ്മളെ നിരന്തരമായി കൊണ്ടുപോകാൻ സൂര്യനെക്കുറിച്ച് ആലോചിക്കണം, ചന്ദ്രനെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഋതുഭേദങ്ങളെക്കുറിച്ചും എല്ലാം നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണം. അങ്ങനെ വരുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ലോകത്ത് ഏതാനും വർഷം ജീവിച്ച് തീർന്ന് അവൻ്റെ ഈ ജന്മം അവസാനിക്കുകയോ പാഴായി പോകുകയോ അല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവൻ ഏറ്റവും വലിയൊരു ജീവിതത്തിലേക്കുള്ള മുന്നേറ്റമാണ് നടത്തുന്നത്. അതിനുള്ള ഒരുക്കത്തിന് വേണ്ടിയുള്ള സന്ദർഭം മാത്രമാണ് ഈ ലോകത്ത് ജീവിതം. നിരവധിയായ ഹദീസുകളിൽ നമുക്കത് കാണാം. പരിശുദ്ധ ഖുർആനിൻ്റെ സൂചനകളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മളൊക്കെ ഒരു യാത്രയിലാണ്, നമുക്കറിയാമല്ലോ. യാത്രയുടെ പര്യവസാനം പരലോകമാണ്. അവിടെ ആർക്ക് വിജയിക്കാൻ പറ്റുന്നു? അവനാണ് ബുദ്ധിമാൻ, അവനാണ് ഭാഗ്യവാൻ. അവിടേക്കുള്ള യാത്രയിൽ നമ്മൾ ഏതൊക്കെ രീതിയിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കണം, അതാണ് നമ്മൾ പുതുവർഷ പുലരിയിൽ ആലോചിക്കേണ്ടത്. നമ്മളൊരു ജോലിയിൽ ഏർപ്പെട്ടു എന്ന് വിചാരിക്കുക, നമ്മൾ ആ ചേർന്ന രീതിയിൽ തന്നെ മാറ്റങ്ങളൊന്നും വരാതെ, പ്രത്യേകിച്ച് പുരോഗമനമൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ആ ജോലി യഥാർത്ഥ രീതിയിലേക്ക് എത്തിച്ചേരാൻ നമുക്ക് കഴിയില്ല. ഇതേ അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിലും, എന്നല്ല കുറച്ചുകൂടെ സങ്കീർണമാണ്. നിരന്തരമായി മാറ്റം വന്നുകൊണ്ടേയിരിക്കണം. ആ മാറ്റമനുസരിച്ച് നമുക്ക് നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യമാവുന്ന പരലോകത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റൂ. അതുകൊണ്ടാണ് മാസങ്ങൾ മാറി മാറി കൊല്ലങ്ങളാകുന്നതും നമ്മുടെയൊക്കെ ആയുസ്സ് തീർന്നുകൊണ്ടിരിക്കുന്നതും ഓരോ നിമിഷത്തിലും നമ്മൾ പരലോകത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ആലോചിച്ചു കൊണ്ടേയിരിക്കണമെന്ന് പരിശുദ്ധ ദീൻ നമ്മളോട് കൽപ്പിക്കുന്നത്. അതിന് പറ്റിയ ഏറ്റവും നല്ല സന്ദർഭമാണ് മുഹറത്തിൻ്റെ ആരംഭമെന്ന് ആമുഖമായി നമ്മൾ മനസ്സിലാക്കുക.
സമയം പടച്ച റബ്ബിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സൃഷ്ടിയാണ്. ഈ സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുന്നവർ വിജയിക്കും ദുനിയാവിലും ആഖിറത്തിലും. ദുനിയാവിലും ആഖിറത്തിലും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട സമയം അതേ രീതിയിൽ തന്നെ അവൻ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അവൻ പരീക്ഷയിൽ പാസ്സാകും, ഉന്നതിയിലേക്ക് എത്താൻ പറ്റും. ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയം അവൻ ഉപയോഗപ്പെടുത്തിയാൽ അവൻ ആ വിഷയത്തിൽ ഏറ്റവും പുരോഗതിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ജീവിതം വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭ്യമായ ആയുസ് എത്രയാണേലും അത് പൂർണ്ണമായ രീതിയിൽ ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന സ്രോതസ്സുകളിൽ ഉപയോഗപ്പെടുത്തണം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആധുനികമായി പുതിയ തലമുറ പ്രത്യേകിച്ചും അവരുടെ സമയം കളയുന്ന കുറേ ഏർപ്പാടുകളെ കുറിച്ച് ഞാൻ ആവർത്തിക്കുന്നില്ല. 3.5 ലക്ഷത്തിൻ്റെ ഈ ഫ്ലക്സ് സംവിധാനങ്ങളൊക്കെ വന്നു എന്ന് പിന്നീട് നമ്മൾ കേട്ടു. 3.5 ലക്ഷം, അതിലേറെ എന്നാണ് അവർ വിശദീകരിക്കുന്നത്. കോഴിക്കോട് നരിക്കുനി ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സൂചിപ്പിച്ചത് 400 അടിയൊക്കെയുള്ള ഫ്ലക്സിനെ കുറിച്ചായിരുന്നു. പിന്നീട് അത് 800 അടി വരെയും എത്തി നമ്മുടെ ജില്ലയിൽ തന്നെ നിലമ്പൂർ ഭാഗത്ത്. സമയം, പണം, ആയുസ് ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരമില്ലാത്ത കുറേ കാര്യങ്ങളിൽ. അവിടെയാണ് പുതുവർഷ പുലരിയിൽ സമയത്തെക്കുറിച്ചും അതിനെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നതിനെക്കുറിച്ചും നമ്മൾ ആലോചിക്കേണ്ടത്. ഈ സാന്ത്വന സാഹിത്യം എന്നും പറഞ്ഞിട്ടൊരു ഒരു വിജ്ഞാന മേഖല ഉണ്ട്. മോട്ടിവേഷനാണ് അതിൽ പൊതുവെ ഉണ്ടാവുക. നിരവധിയായ ഗ്രന്ഥങ്ങൾ ആ രംഗത്ത് എല്ലാ ഭാഷയിലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ യു ക്യാൻ വിൻ അടക്കം, ലാ തഹസൻ അടക്കം എല്ലാ ഭാഷയിലും. നമ്മുടെ ഈ മലയാളത്തിൽ അങ്ങനത്തെ പ്രാചീനവും പുതിയതുമായ 100ഓളം ഗ്രന്ഥങ്ങളും ഉണ്ടാവും. കെ പി കാശവമേനോനിൻ്റെ ഈ നാം മുന്നോട്ട് തുടങ്ങി ഏറ്റവും ലാസ്റ്റ് ഇറങ്ങിയ വിജയത്തിലേക്കുള്ള പടികൾ വിശദീകരിക്കുന്ന പുസ്തകങ്ങൾ വരെ. ഇതിൻ്റെ ഒക്കെയും വിജയത്തിനുള്ള ആകത്തുക എന്താണ്? ഏറ്റവും പ്രധാനം സമയത്തിൻ്റെ മൂല്യം തിരിച്ചറിയുക, അത് വേണ്ട വിധം ഉപയോഗപ്പെടുത്തുക. വിശദീകരിക്കുന്ന ശൈലിയിൽ ഓരോ ഗ്രന്ഥകാരന്മാരും മാറ്റം വരുത്തുന്നുണ്ടാകും. അമേരിക്കയിലെ ഒരു മാനേജറെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ഗ്രന്ഥത്തിൽ. ഒന്നിൻ്റെയും പരസ്യം ഞാൻ പറയണം. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു കസ്റ്റമർ എത്തിക്കഴിഞ്ഞാൽ സംസാരം തുടങ്ങുമ്പോഴേക്ക് അയാൾക്ക് ഫോൺ വരും. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഒരാളുണ്ട് പിരിച്ചുവിട്ട് പെട്ടെന്ന് വരാമെന്നും പറയും. അതുകൊണ്ട് അയാൾ പറയും, വേഗം സംസാരിക്കും, എനിക്കൊരു അർജൻറ്റ് കാര്യമുണ്ടെന്ന് പറയും. അങ്ങനെ വേഗം പരിപാടി തീർത്ത് ഇയാളെ വിട്ട് അയാൾ പോകുന്നില്ല. കാര്യം ഇയാൾക്ക് ഫോൺ വിളിക്കാൻ വേണ്ടി ഒരു സ്റ്റാഫിനെ വെച്ചിരിക്കുകയാണ്, ആര് വന്നാലും പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. കാരണം അയാൾക്ക് കുറേ പരിപാടി ചെയ്യാനുണ്ട്. വന്ന ആളുകളോട് അങ്ങനെ സംസാരിച്ചിരുന്നാൽ പറ്റും. വന്ന ആളുകളോട് അങ്ങനെ സംസാരിച്ചിരുന്നാൽ അയാളുടെ സമയം പോകും. അപ്പോൾ സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി അതിനെ സമ്പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുക എന്നതാണ് ഈ പുതുവർഷത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും വലിയ പ്രതിജ്ഞയും ഏറ്റവും മനോഹരമായ തീരുമാനം. അങ്ങനെ വന്നാൽ എല്ലാത്തിനും നമുക്ക് സമയം കിട്ടും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 24 മണിക്കൂറാണുള്ളത്. ഇന്നദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ്, സൂറത്ത് തൗബയിൽ അങ്ങനെ ഒരു വാക്ക് പറയുന്നുണ്ടല്ലോ. അള്ളാഹു ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിടം മുതൽ ആകാശഭൂമിയുടെ ഉദ്ഭവം മുതൽ വർഷത്തിന് 12 മാസങ്ങളാണ്. വർഷത്തിന് 12 മാസങ്ങൾ. ഹബീബായ നബി തങ്ങൾ തന്നെ പറഞ്ഞു, ഒരു മാസം എന്ന് പറഞ്ഞാൽ 29 30 ദിവസങ്ങളാണ്. അങ്ങനെ ഒരു ദിവസത്തിന് 24 മണിക്കൂറാണ്. നമുക്കറിയാമല്ലോ, നേരം വെളുത്ത് വൈകിട്ടാകുമ്പോൾ 12 മണിക്കൂർ ഏകദേശമാകും. വേരിയേഷൻ ഉണ്ടാവും. ഇപ്പോൾ രാത്രി കുറഞ്ഞൊരു സമയമാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് ഹബീബായ നബി തങ്ങൾ ആ ഒരു 24 മണിക്കൂർ കൊണ്ട് എത്രയൊക്കെ കർമ്മങ്ങൾ ചെയ്തു തീർത്തു. എല്ലാ ഭാര്യമാരുടെയും ക്ഷേമം അന്വേഷിച്ച് ചെല്ലും. ഫാത്തിമ ബീവിയുടെ വീട്ടിലെത്തും. തൻ്റെ സഹാബികളുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഒന്ന് മാത്രമല്ല, ആത്മീയവും ഭൗതികവും. കാലിനും കയ്യിനും വെട്ടേറ്റ് തൂങ്ങിയിട്ട് ഖിന്നതയോടുകൂടെ സഹാബിവര്യന്മാർ ഹബീബായ നബി തങ്ങളുടെ അടുത്തേക്ക് എത്തും. അത് പരിഹരിക്കണം, ആത്മീകമായി സർജറി നടത്തണം. ഖത്താദ റളിയല്ലാഹു അൻഹു കണ്ണ് തൂങ്ങിയിട്ട് വരുന്നുണ്ട്. അമ്പേറ്റ് കണ്ണ് തൂങ്ങിയിട്ട് ആ തൂങ്ങി നിൽക്കുന്ന കണ്ണുമായിട്ട് ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ക്ഷമിച്ചൂടെ? സ്വർഗത്തിൽ കണ്ണ് കിട്ടും. അദ്ദേഹം പറഞ്ഞു, ക്ഷമിക്കാം, പക്ഷെ എൻ്റെ കല്യാണം കഴിഞ്ഞത് ഈ ആഴ്ചയിലാണ്. നബി തങ്ങൾക്ക് അത് മനസ്സിലായി. അവിടുന്ന് അത് അപ്പോഴേ തീർത്തു കൊടുത്തു. ആ പ്രശ്നം. യുദ്ധങ്ങളുണ്ടാകും, ശത്രുക്കളുടെ കടന്നുകയറ്റങ്ങളുണ്ടാകും.
മുനാഫിക്കീങ്ങൾ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആരോപണങ്ങൾ, ഇങ്ങനെ കുറേ സംഗതികൾ ഉണ്ടാകും. ജൂതന്മാർ ഒരു വശത്ത് കഠിന ശത്രുക്കളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഇതിൻ്റെ ഒക്കെ ഇടയിൽ എല്ലാത്തിനും അവിടുന്നേക്ക് സമയം കിട്ടി, ധാരാളമായി നിസ്കരിക്കാൻ സമയം കിട്ടി. അത്ര വേണ്ടെന്നാണ് സൂറത്ത് മുസമ്മലിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നത്. നിസ്കരിച്ച് അങ്ങ് രാത്രിയിൽ 2 ഭാഗവും നിസ്കാരത്തിന് ഉപയോഗപ്പെടുത്തുന്നത് റബ്ബിനറിയാമെന്നാണ് സൂറത്ത് മുസമ്മലിൻ്റെ ഏകദേശം ആദ്യ ഭാഗത്ത് അള്ളാഹു പറയണത്. ഇന്ന റബ്ബക യഅലം അന്നക തഖൂമു അദ്നാ മിൻ സുലുസൈൽ ലൈൽ. രാത്രിയെ 3 പകുത്ത് 2 ഭാഗവും നിസ്കരിക്കാൻ അങ്ങ് സമയം കണ്ടെത്തുന്നു. എൻ്റെ അവസാനം പറയുന്നുണ്ട് അത്ര തന്നെ വേണ്ടെന്ന്. നമുക്കെന്തെങ്കിലും മാനസികമായി ടെൻഷൻ ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായും ശരീരത്തിലും അതിൻ്റെ പ്രയാസങ്ങൾ കണ്ടുകൊണ്ടിരിക്കും. അതിനുവേണ്ടി അവിടെ നിന്ന് ധാരാളമായി ദുആ ചെയ്തു. യാ മുഖല്ലിബൽ ഖുലൂബ്, മാനസികമായി ശക്തി തരാൻ അവിടുന്ന് ധാരാളമായി ദുആ. അതുകൊണ്ടല്ല ലഅല്ലക ബാഖിഉൻ നഫ്സക എന്ന് ഖുർആൻ പറയുന്നത്. അങ്ങ് ഈ സമൂഹത്തിൻ്റെ അബദ്ധ ചലനം കണ്ട് വിഷമിച്ച് മാനസികമായി പ്രയാസം ഉണ്ടാകുമ്പോൾ അങ്ങ് ശരീരം നശിപ്പിച്ചേക്കുമല്ലോ എന്ന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. മാനസികമായി ടെൻഷൻ അടിക്കുമ്പോൾ അങ്ങേക്ക് ശരീരത്തിന് നാശം വരും. അതുണ്ടാകരുതെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രമേൽ പ്രവർത്തന ബാഹുല്യമുണ്ടായിട്ടും ഹബീബായ നബി തങ്ങൾക്ക് ഒന്നും മാറ്റിവെക്കേണ്ടി വന്നില്ല. എല്ലാം കൃത്യമായി അവിടുന്ന് നിർവഹിച്ചു. ആധുനിക കാലത്തുണ്ട് ഉദാഹരണങ്ങൾ ധാരാളം. നബിസ്ഥാനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ഞാൻ മനസ്സിലാക്കുന്ന 1000 സ്ഥാപനങ്ങളുടെ പ്രസിഡന്റ് ആയിരിക്കുന്ന, അതുമാത്രം തിരക്കൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വലിയ കലാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. സംഘടനാപരമായും അല്ലാതെയും സാമൂഹികമായും എല്ലാ അർത്ഥത്തിലും അവിടുന്ന് ഫുൾ ടൈം കർമ്മനിരതനാണ്. എങ്ങനെ ഇത് സാധിക്കുന്നത്? ചരിത്രത്തിൽ അങ്ങനെയുള്ള നിരവധി ആളുകളുണ്ട്. 10 ലക്ഷം ഹദീസ് എങ്ങനെയാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ കാണാതെ പഠിച്ചത്? മുമ്പരിക്കാൻ സൂചിപ്പിച്ചു തോന്നുന്നു. 1 ലക്ഷം വേണ്ട 50,000, ഒരു 10,000 വരെയെങ്കിലും നമ്മൾ എണ്ണിയിട്ടില്ല ഇതുവരെ. 1000 നോട്ട് 10 എണ്ണുമ്പോൾ 10,000 ആവും. അതല്ല ഞാൻ പറഞ്ഞത്. 1, 2, 3 ഇങ്ങനെ 10,000 വരെ നമ്മളിതുവരെ എണ്ണിയിട്ട് പോലുമില്ല. എന്നിട്ടാണ് 10 ലക്ഷത്തിലധികം ഹദീസ് കാണാതെ പഠിക്കുന്നത്. അവർക്കൊക്കെ നമ്മുടെ അത്രയൊക്കെ തന്നെയല്ലേ ഈ സൃഷ്ടിപരമായി അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങൾ, തലച്ചോറ് ഒക്കെ. അങ്ങനെയാണല്ലോ പുതിയ പഠനങ്ങൾ. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ 20% താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാണ്. 500 കണ്ടെത്തൽ നടത്തിയ തോമസ് ആൽവാ എഡിസൺ അദ്ദേഹത്തിന്റെ ബുദ്ധിയുടെ 16% താഴെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഐൻസ്റ്റീൻ്റെ ഒക്കെ തലച്ചോറ് 10-27 പീസുകളായി വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇപ്പോഴും പഠനം നടക്കുന്നുണ്ട്. ഏകദേശം ഒരു മുഷ്ടിയുടെ വലുപ്പമാണ് തലച്ചോറിനുണ്ടാവുക. സാധാരണ മനുഷ്യരുടെ തലച്ചോറിനേക്കാൾ കുറച്ച് ക്വാണ്ടിറ്റി, വലുപ്പം, ക്വാളിറ്റി അല്ല ഞാൻ പറയണത്, കുറവായിരുന്നു ഐൻസ്റ്റീൻ്റെ തലച്ചോറിന് എന്നാണ് പറയണത്. സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് തീരുമാനിച്ചു, അതനുസരിച്ച് അവർ പ്രവർത്തിച്ചു. അങ്ങനെ ഭൗതികമായും ആത്മീകമായും അവർ വിജയിച്ചു. അതുകൊണ്ടാണ് ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. കാലമാണ് ഈ സാക്ഷി, മനുഷ്യൻ വല്ലാത്തൊരു നഷ്ടത്തിലാണ്. എന്തുകൊണ്ട്? വളരെ പെട്ടെന്ന് ഇതിനൊന്ന് കണക്ട് ചെയ്യുക. കാലത്തെ വേണ്ട വിധം ഉപയോഗിക്കാതിരിക്കുമ്പോൾ മനുഷ്യൻ നഷ്ടത്തിലാണെന്ന്. ജസ്റ്റ് പാസ്സാവാൻ പിടിച്ചൊരു വിദ്യാർത്ഥി തോൽക്കാൻ വലിയ സാധ്യത ഉണ്ട്. കേരളത്തിൽ 1ാം റാങ്ക് നേടാൻ വേണ്ടി പഠിച്ചു, മിക്കവാറും ഡിസ്റ്റിങ്ഷന്റെ അപ്പുറത്തേക്ക് അവനെത്തും. സമയത്തെ ഉപയോഗപ്പെടുത്തുക, അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. ഇപ്പോൾ പുതിയ ലോകം തന്നെ പല പദ്ധതികൾ ഒന്നിച്ച് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൃഷിപ്പണി നടത്തുന്നു, അത് നല്ല നീയത്തും വെച്ചിട്ട് കൃഷിപ്പണിക്ക് ഇറങ്ങുക. നമ്മൾ കലപ്പെടുത്ത് എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് പ്രതിഫലം കിട്ടും. ആ സമയത്ത് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു, 2ാമത്തെ പ്രതിഫലം കിട്ടും. നോക്കുങ്ങൾ, ഒരേ സമയത്ത് നമ്മൾ പല പദ്ധതികൾ ഒന്നിച്ച് നടത്തുക. അങ്ങനെയാണ് വലിയ ഔലിയാക്കൾ, ആത്മീയ നേതാക്കളുടെയൊക്കെ ശ്വാസോച്ഛ്വാസം പോലും തസ്ബീഹായി മാറിയിരുന്നത്. മഹാനായ
ജയന്തി മഖ്ദൂം ഞങ്ങൾ അതുക്കിയയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ മുഹറത്തിൻ്റെ 1-ാം ദിവസം നമ്മൾ എടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിജ്ഞ, തീരുമാനം സമയം വേണ്ട വിധം ഉപയോഗപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് സൂറത്ത് ആൽ ഇംറാന്റെ 190-ാം വാക്യത്തിൽ ഇന്ന ഫീ ഖൽഖി സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, സമയം കടന്നു പോകുന്നതിൽ മനുഷ്യന് ചിന്തിക്കാൻ ധാരാളമുണ്ടെന്ന് പറയുന്നത്. രണ്ടാമതായി, നമ്മുടെ ജീവിതത്തിൽ ഇന്നോളമുള്ള ഓരോ നിമിഷത്തെയും, വർഷത്തെ അല്ല ഞാൻ പറയുന്നത്, ഓരോ നിമിഷത്തെയും എങ്ങനെ ഉപയോഗപ്പെടുത്തി എന്നതിനെ കുറിച്ചൊരു കണക്കെടുപ്പ് നമ്മൾ നടത്തണം. വളരെ പെട്ടെന്ന് ഈ കഴിഞ്ഞ വർഷത്തെ കുറിച്ച് ആലോചിച്ച് നോക്കുക. തൽക്കാലം എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിച്ചത്? കഴിഞ്ഞ വർഷത്തെ പരിശുദ്ധ റമദാനിൽ നമ്മൾ എന്തൊക്കെ അമലാണ് ചെയ്ത്, എത്ര ഖത്മാണ് തീർത്ത്? അതിനുശേഷം ഇപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞു, ഖുർആൻ ഒരു പ്രാവശ്യം ഓതി തീർന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ യാസീൻ ഓതാറുണ്ടോ? സുബുൽ മുൻജിയാത്തൊക്കെ ഉണ്ടല്ലോ, 7 വിജയിപ്പിക്കുന്ന, രക്ഷപ്പെടുത്തുന്ന സൂറത്തുകൾ, ദുഹാനും തബാറക്കയും വാക്കയും അടക്കം. അത് നമ്മുടെ ശീലത്തിലേക്ക് വന്നോ? നമ്മൾ ഒറ്റയിട്ട രാവുകളിൽ അവസാനത്തെ 10 തസ്ബീഹ് നിസ്കരിച്ചിരുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഈ 4-5 മാസത്തിനടുക്ക് അത് സാധ്യമായോ? കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് കർക്കശമായ രീതിയിൽ ഒന്ന് ആലോചിക്കുക. കുറവുകൾ തിരുത്തുക, നന്മകൾ ഇനിയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ രീതിയിൽ നമ്മളോട് പറയുന്ന ഒരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്തു പ്രവർത്തിച്ചു എന്ന് ഓരോ ആത്മാവും സസൂക്ഷ്മം പരിശോധിക്കട്ടെ. സൂറത്തുൽ ഹശ്റിന്റെ 18-ാമത്തെ വാക്യം. ഇതൊരു വല്ലാത്ത കൽപ്പന. വൽ തൻദുർ നഫ്സുൻ, ഓരോ ആത്മാവും ചിന്തിച്ചു നോക്കട്ടെ എന്താണ് അവൻ നാളേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. അപ്പൊ അത് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദീർഘമായ പീരീഡായിരുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അവസാനിച്ചു. ഞാനിവിടെ കയറിയിരുന്നിട്ട് കൃത്യം 20 മിനിറ്റ് ഞാനും നമ്മൾ ഓരോരുത്തരും ഖബറിലേക്ക് അടുത്തു എന്ന സത്യം നമ്മൾ ഉൾക്കൊള്ളാതിരുന്നിട്ട് എന്ത് കാര്യം? ഇത് നന്മയിലാണെന്ന സന്തോഷം നമുക്കുണ്ട്, അൽഹംദുലില്ലാ. നേരെ മറിച്ച് ഈ സമയത്ത് നമ്മൾ ഏതെങ്കിലും വൃത്തികെട്ട ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിലോ? 20 മിനിറ്റ് നമ്മൾ ഖബറിലേക്ക് അടുത്തത് പടച്ച റബ്ബിനും തിരു റസൂലിനും ഇഷ്ടമില്ലാത്തൊരു കാര്യത്തിലൂടെയാണ്. അത് എത്ര 20 മിനിറ്റ് ചേരുമ്പോഴാണ് നമ്മുടെ ഒരു ദിവസം ആവണത്. അതുകൊണ്ടാണ് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്, നാളേക്ക് വേണ്ടി എന്ത് പ്രവർത്തിച്ചു എന്ന് ഓരോ ആത്മാവും സസൂക്ഷ്മം പരിശോധിക്കണമെന്ന് ഖുർആൻ നമ്മളോട് പറയണത്. മൂന്നാമതായി, നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു മാസത്തിൻ്റെ പവിത്രതകളെ ഒന്ന് മനസ്സിലാക്കുക. ഞാനത് വിശദീകരിക്കുന്നില്ല, സാധാരണ നമ്മൾ എല്ലായിടത്തും അത് കേൾക്കുന്നതാണ്. വൽഫജ്രി വലയാലിൻ അശ്റിന്റെ ഒരു വ്യാഖ്യാനത്തിൽ മുഹറത്തിന്റെ 10 ദിവസങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 10 ദിവസങ്ങളിൽ നോമ്പെടുക്കൽ പ്രത്യേകം പുണ്യമുണ്ട്. 9-നും 10-നും 11-നും ഏറെ ശ്രേഷ്ഠതയുണ്ട്. സൂക്ഷ്മതയുടെ ഭാഗമായിട്ട് 11 കൂടെ എടുക്കണമെന്ന് ചില പണ്ഡിതന്മാർ അവരുടെ ഫിഖ് കിതാബിലൊക്കെ പറയുന്നുണ്ട്. വളരെ പ്രത്യേകത ഉണ്ട്. അപ്പോൾ 3 നോമ്പുകൾ ഒരു മാസത്തിൽ നിർവഹിക്കുന്ന ഒരു ശൈലിയിലേക്ക് നമ്മൾ മുഹറത്തോടു കൂടെ വരണം. അതൊരു പുതിയ പ്രതിജ്ഞയായിട്ട് ഏറ്റെടുക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഔസാനി ഖലീലി ബിസലാസ്, എൻ്റെ പ്രിയപ്പെട്ട റസൂൽ എന്നെ 3 കാര്യം ഉപദേശിച്ചു. 1, ളുഹാ നിസ്കരിക്കാൻ. 2, ഉറങ്ങുന്നതിന് മുന്നേ വിത്ർ നിസ്കരിക്കാൻ. എങ്ങാനും നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. 3-മത്തേത് എല്ലാ മാസവും 3 ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ. സാധ്യമാണ്. ഇപ്രാവശ്യം മുഹറം മഴക്കാലത്താണ്. നോമ്പൊന്നും നമ്മളെ തീരെ സ്വാധീനിക്കില്ല. ആ സമയത്ത് ശീലാവുക, വേനലിലും അത് തുടരുക. മുഹറം പോലെയുള്ള പവിത്ര മാസങ്ങളിൽ തെറ്റ് ചെയ്താൽ കൂടുതൽ ശിക്ഷ കിട്ടും. കാരണം പടച്ച റബ്ബ് നമുക്ക് വേണ്ടി അവതരിപ്പിച്ച പ്രത്യേകമായ സന്ദർഭങ്ങളെ മാനിച്ചില്ല എന്ന് മാത്രമല്ല, അപമാനിച്ചു എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അതുകൊണ്ട് ഈ മാസത്തിൻ്റെ പവിത്രതയെ മനസ്സിലാക്കിയിട്ട് കൂടുതൽ ജാഗരൂകരാകുക. 4-മത്തേത് ഹിജറ വർഷമാണ് നമ്മൾ കലണ്ടറായിട്ട് ഉപയോഗിക്കുന്നത്. ഹിജറ, ആ ഹിജറ നടന്നത് പരിഗണിച്ചാണ്
മുഹറം മുതൽ നമ്മുടെ വർഷാരംഭം തുടങ്ങുന്നത് തന്നെ. ആ ചരിത്രം, കലണ്ടറിൻ്റെ ചരിത്രത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. ഹിജറ എന്താണെന്ന് ആലോചിക്കാൻ ഈ മുഹറത്തിൽ നമുക്ക് സമയം കിട്ടണം. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിൻ്റെ സംരക്ഷണാർത്ഥം പിറന്ന നാടും തൻ്റെ പശ്ചാത്തലങ്ങളും ഉപേക്ഷിച്ച് പടച്ച റബ്ബിലേക്ക്, യസ്രിബിലേക്കല്ല, പടച്ച റബ്ബിലേക്ക് പലായനം ചെയ്തതാണ് ഈ മുഹറത്തിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ പിൽക്കാല സമ്പൂർണ്ണ വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ എന്താ? അൽ മുഹാജിറു മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു. പടച്ച റബ്ബ് വിരോധിച്ച കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതിൽ നിന്ന് വിട്ടുനിൽക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജ്റ, പലായനം. ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചൊരു ഹദീസാണ്. യഥാർത്ഥ മുഹാജിർ ആരാണ്? ശത്രുക്കളുടെ ഭീഷണിയിൽ നിന്ന്, നിരന്തരമായ പീഡനങ്ങളിൽ നിന്ന് യസ്രിബിലേക്ക് ഹിജ്റ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം അവർ ജീവിച്ച, ജനിച്ച, വളർന്ന അവരുടെ പശ്ചാത്തലം മൊത്തം ഉൾക്കൊള്ളുന്ന മണ്ണായിരുന്നു മക്ക ഷരീഫ്. അവിടുന്ന് സങ്കടത്തോടെ അവർ പോയി. നമുക്കറിയാലോ, ഹിജ്റയും കഴിഞ്ഞ് യസ്രിബിലെത്തിയ സഹാബി വര്യന്മാർക്ക് എല്ലാവർക്കും പനി പിടിച്ചു. അവർ മക്കയുടെ പ്രതാപം ആലോചിച്ച് നടന്നു, മാനസികമായി വ്യഥപ്പെട്ടു, പാട്ടുപാടി. മക്കയിലെ ചണപ്പുല്ലിനെ കുറിച്ചും മണൽക്കാറ്റിനെ പോലും അവർ പാട്ടുപാടി. മക്കയുടെ പ്രകൃതിയുമായി അത്രമേൽ ലയിച്ചിരുന്നൊരു സമൂഹം ദീനിന്റെ സംരക്ഷണാർത്ഥം ഇട്ടെറിഞ്ഞ് മൊട്ടക്കുന്നുകളുടെ നാടാകുന്ന യസ്രിബിലേക്ക് എത്തിച്ചേരുന്നു. പിന്നീട് അത് മദീനത്തുർ റസൂലായി മാറുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രമേൽ വലിയ ത്യാഗം അവർ ചെയ്തു. എന്തിനു വേണ്ടി? ദീനിന്റെ സംരക്ഷണത്തിന്. വലിയ വലിയ തോട്ടങ്ങളൊക്കെ ഉപേക്ഷിച്ചു പോന്നവർ, കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോന്നവർ, അന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് ഒരു പൈസ പോലും ഇല്ലാതെ യസ്രിബിലേക്ക് എത്തേണ്ടി വന്നവർ. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ഉദാഹരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് 50 നാണയം കടം മേടിച്ചു തരുമെന്നാണ് മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്. പണത്തിൻ്റെ പളപളപ്പിൽ ജീവിച്ചതുകൊണ്ട് ഔദാര്യം പറ്റി ശീലല്ലായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരെ ഓരോരുത്തരെയും പിടിച്ച് മക്കക്കാരുടെ സഹോദരനാക്കിക്കൊണ്ട് ലോകത്ത് ഏറ്റവും വലിയ സൗഹൃദം സ്ഥാപിക്കുന്ന ഘട്ടത്തിൽ മാറി മാറി നിന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു. കാരണം മറ്റൊരാളുടെ ചെലവിൽ ഇനി ജീവിക്കുക, മൂപ്പർക്ക് അത് ശീലല്ല, ആലോചിക്കാൻ വയ്യായിരുന്നു. ഓരോരുത്തരെ വിളിക്കുമ്പോൾ മൂപ്പര് ബാക്കിലേക്ക് നിന്ന് വിളിക്കാതിരിക്കാൻ. അവസാനം വിളി വരുമെന്ന ഘട്ടം വന്നപ്പോൾ അഭിമാന വിധങ്ങളുടെ തോളിൽ വന്നിട്ട് വളരെ വിനയത്തോടുകൂടി അവിടുന്ന് തലതാഴ്ത്തി വെച്ച് ചെവിയിൽ മന്ത്രിച്ചു, എനിക്കൊരു 50 ദിർഹം കടം മേടിച്ചു തരുമെന്ന്. മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ശരിക്കറിയാവുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടം മേടിച്ചു കൊടുത്തു. അദ്ദേഹം അതുമായി മാർക്കറ്റിൽ പോയി കച്ചവടം നടത്തി. പിന്നെ മദീനയിലെ ഏറ്റവും വലിയ സമ്പന്നനായി മാറി. എല്ലാം ത്യജിച്ചവർ, ആത്മാവും ഈമാനും കയ്യും പിടിച്ചിട്ട് ഓടി വന്നവർ. എന്തിന്? ദീനിന്റെ സംരക്ഷണത്തിന്. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, ഹിജ്റ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. ഹിജ്റ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കണം. മക്കയിൽ നിന്ന് മദീനയിലേക്കല്ല. ആ ഹിജ്റ അവസാനിച്ചു എന്ന് മുത്ത് റസൂൽ പ്രഖ്യാപിക്കുന്നുണ്ട്. ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്. ഹിജ്റ ഫത്ഹിന് ശേഷമില്ല, മക്കം ഫത്ഹിന് ശേഷം ഹിജ്റ ഇല്ല. പിന്നെ എന്ത് ഹിജ്റ നമ്മൾ നടത്തണം? നിരന്തരമായി തിന്മയിൽ നിന്ന് നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം. ഒളിച്ചോട്ടമല്ല, തൻ്റെ ഇടത്തോടുകൂടെയുള്ള ധീരമായ ഓട്ടം. അതാണ് അൽ മുഹാജിർ, ഒറിജിനൽ പലായനക്കാരൻ. മുഹാജിർ ആരാണ്? മൻ ഹാജറ മാ നഹല്ലാഹു അൻഹു. പടച്ച റബ്ബ് വിരോധിച്ചതിൽ നിന്ന് രക്ഷപ്പെടുന്നവനാകും. പുതിയ കാലാണ്. കണ്ണു തുറന്നാൽ ഹറാമിലെത്തും, നാക്കെടുത്താൽ ഹറാമ് പറയേണ്ടി വരും. ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും ജീവിത പശ്ചാത്തലം മൊത്തം ഹറാമിലേക്ക് എത്തിച്ചേരും, സൂക്ഷ്മമായി ജീവിക്കുന്നില്ലെങ്കിൽ. അവിടെയാണ് ഹിജ്റയുടെ പ്രസക്തി. മുഹറത്തിൽ കൂടുതലായി നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഹിജ്റയുടെ കാര്യം. അശൂറ നോമ്പിൻ്റെയും തസ്വാ നോമ്പിൻ്റെയും ചരിത്രവും അതിൻ്റെ ശ്രേഷ്ഠതയും ഞാൻ പറയുന്നില്ല, മറക്കാതിരിക്കുക. വളരെ പ്രാധാന്യത്തോടുകൂടി നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം,
ഫറോവയിൽ നിന്ന് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ട മാസമാണ് മുഹറം. ചരിത്രത്തിൽ കുറേ രക്ഷപ്പെടലുകൾ നടന്നു. ഞാൻ ഓരോന്ന് വിശദീകരിക്കുന്നില്ല. നമ്മൾ പള്ളികളുടെ പ്രഭാഷണങ്ങളിലൊക്കെ ഇത് കേൾക്കുന്നതാണ്. എന്താ അതിൻ്റെയൊക്കെ അർത്ഥം? ഏത് കിങ്കരൻ്റെയും ഭരണത്തിനൊരു അവസാനമുണ്ടെന്ന് മുഹറം നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നു. ഭീഷണി ഉണ്ടാവും. ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലൊക്കെ ചിലപ്പോൾ തോറ്റുപോയെന്ന് വരും. ബുൾഡോസർ രാജാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ പേരിൽ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു കുറ്റാരോപണം ഒരാൾ ചെയ്യുന്നതോടുകൂടെ അദ്ദേഹത്തിൻ്റെ വീടും പറമ്പും വസ്തുക്കളും അദ്ദേഹത്തിൻ്റെ കൃഷിയും മൊത്തം നശിപ്പിച്ച് താറുമാറാക്കുന്ന പല ഹൈക്കോടതികളും അത് പാടില്ലെന്ന് പലപ്പോഴും പറഞ്ഞിട്ടും അതിനൊന്നും ഒരു മൂല്യവും കാണാതെ തകർത്തുകൊണ്ടിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു ആരോപണം ഉണ്ടായാൽ മതി, അതിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തെളിവ് വേണമെന്നില്ല. എല്ലാവരും അഭയം പ്രാപിച്ചിരുന്ന ഒരു വീടുണ്ടായിരുന്നു ഡൽഹിയിൽ, ഒരു മുസ്ലിം വ്യാപാരിയുടേത്. അദ്ദേഹത്തിൻ്റെ വീട് 3-4 നില ഉണ്ടായിരുന്നു. വെള്ളം വരുമ്പോഴും മഴ വരുമ്പോഴും പാവപ്പെട്ട മനുഷ്യരെല്ലാവരും അവിടെ കടന്നായിരുന്നു അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. സുരക്ഷിതത്വം തേടിയത് ആ വീട്ടിൽ നിന്നായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമ്പത്തും അദ്ദേഹത്തിൻ്റെ വീടും പ്രതാപവും സ്വാഭാവികമായും ചില ആളുകളെ പ്രകോപിപ്പിച്ചു. അവിടെ ഏതോ ഒരു യാത്ര പോകുന്ന സമയത്ത് അവരുടെ 2 മക്കൾ ആ യാത്രയിലേക്ക് വീടിൽ നിന്ന് തുപ്പിയെന്നൊരു കംപ്ലൈൻറ്റ് പോയി. അതോടുകൂടെ ആ വീട് മൊത്തം നശിപ്പിച്ച് താറുമാറാക്കി. വീട് മാത്രമല്ല നശിക്കുന്നത്, കൂട്ടിവെച്ച സമ്പത്തുകൾ, ആഭരണങ്ങൾ, അവരുടെ രേഖകൾ, ഏറ്റവും പ്രധാനം അവരുടെ രേഖകൾ, ആധാറടക്കം. പിന്നീട് കൃത്യമായ രീതിയിൽ അന്വേഷണം വന്നു. നമ്മൾ മനസ്സിലാക്കുക, അന്ന് തുപ്പി എന്ന് പറയുന്ന കുട്ടികൾ ഒരാഴ്ചയായിട്ട് ആ വീട്ടിലില്ലായിരുന്നു. അവരവരുടെ ഒരു ബന്ധു വീട്ടിൽ 100 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്, ആരോപണം മാത്രം മതി, കോടതി തീരുമാനിക്കേണ്ടതില്ല, അന്വേഷണം നടക്കേണ്ടതില്ല. തകർത്ത് കയ്യിൽ കൊടുക്കുന്ന ഒരു രീതി ഇന്നുണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ. ഇത് പ്രത്യേകിച്ചും മുഹറം ഇവിടെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇതിലേറെ വലിയ പോക്കിരിയായിരുന്നു ഫിറഔൻ, നമ്രൂദ്. ചരിത്രത്തിൻ്റെ ഇതുവരെയുമുള്ള വലിയ വലിയ ഭീകരന്മാർ. എന്ത് സംഭവിച്ചു? നിന്ദരും നിസാരരും പതിതരുമായത് ചരിത്രത്തിൻ്റെ ഇങ്ങേവശം. ഫറോവയിൽ നിന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം രക്ഷപ്പെടുന്നത് വെറുതെ ഓർക്കല്ല നമ്മൾ വേണ്ടത്. ഏത് ഭീകരൻ്റെയും പ്രതാപത്തിനൊരു അവസാനം വരുമെന്ന് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുക. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പരലോക ചിന്തയും മരണത്തെക്കുറിച്ചുള്ള ബോധവും നമുക്കുണ്ടാകണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു സന്ദർഭമായി മുഹറത്തെ നമ്മൾ എടുക്കണം. ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം തൗബയെക്കുറിച്ച്. തൗബ പുതുക്കിക്കൊണ്ടേയിരിക്കൽ വിശ്വാസിക്ക് ബാധ്യതയുണ്ട്. ഇത്തരം പ്രത്യേക സന്ദർഭങ്ങളിൽ തൗബയെക്കുറിച്ച് കൂടുതൽ ആലോചിക്കണം. പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുക്കാൻ തയ്യാറായി പ്രത്യേകമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി നിൽക്കുമ്പോൾ അത് സ്വീകരിക്കാതിരിക്കുന്നവൻ പരമമായ വിഡ്ഢിയായി പോകും. ആ മുഹറത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ 10 ദിവസങ്ങളിൽ രാത്രികളെ ധന്യമാക്കി പടച്ച റബ്ബിലേക്ക് പാപങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞ് തൗബ ചെയ്ത് വിശുദ്ധരാവാൻ വിശ്വാസികളാവുന്ന നമ്മളൊക്കെ തയ്യാറെടുപ്പ് നടത്തണം. അതോടൊപ്പം ദാർശനികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ പുതിയൊരു ജീവിതത്തിലേക്ക് നമ്മൾ കടക്കുന്ന വിധം, അങ്ങനെയാണല്ലോ നമ്മുടെ ഓരോ വിവാദത്തും. നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന ആ വ്യക്തിയല്ല നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടി പുറത്തു വരുന്നവൻ. റബ്ബിനോട് മുനാജാത്ത് നടത്തി വിഷമങ്ങളെല്ലാം സമർപ്പിച്ച് പടച്ച റബ്ബിലേക്ക് ഉയർന്നുയർന്നു പോയി ആത്മാവിൻ്റെ ചിറകടിച്ചുകൊണ്ട് സ്വർഗം കണ്ടു വന്നവനാണ് വിശ്വാസി. ഹജ്ജിൻ്റെ കാര്യം ആലോചിച്ചു നോക്കൂ, ഉംറയുടെ കാര്യം ആലോചിച്ചു നോക്കൂ. പാപഭംഗിലമായ ഡ്രസ്സുകളെല്ലാം അഴിച്ചിട്ട് വിശുദ്ധിയുടെ വെള്ളവസ്ത്രം ധരിച്ചിട്ടാണ് ഒരു പുരുഷൻ ഇഹ്റാം കെട്ടുന്നത്, നിയ്യത്ത് വെക്കുന്നത്. ഇതുവരെ പല പാപവും ചെയ്ത ഡ്രസ്സാണ്, അതിന് മതി. ഇനി ഫ്രഷ് ഡ്രസ്സിലേക്ക് പോവുകയാണ്. അത് വെള്ളയാവണം, കൂട്ടിത്തുന്നാതിരിക്കണം. എന്തുകൊണ്ട്? ഇങ്ങനെ ഒരു ഡ്രസ്സ് മാറ്റൽ ചടങ്ങ് പിന്നെ വരും. അത് നമ്മൾ സ്വയം എടുക്കുകയായിരിക്കില്ല, ആരെങ്കിലും നമ്മൾ ഉടുപ്പിക്കുന്നതായിരിക്കും.
ആ ഒരു ബോധത്തിലേക്ക് എത്തുമ്പോൾ ഉംറ സജീവാകും, ഹജ്ജ് സജീവാകും. ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് വിശ്വാസി പുതുക്കം പ്രാപിക്കും. എന്തുകൊണ്ട്? ഇങ്ങനെയാണ് അവൻ ഇഹ്റാമിൽ തന്നെ ചിന്തിക്കുന്നത്. ഒരു ദിവസം നമുക്ക് വരുമല്ലോ, പാട്ടുപാടാറുണ്ട് നമ്മൾ. വെള്ള ലിബാസിൻ പുടവ അണിഞ്ഞ് പുതുമാണനായിട്ട് പോകുന്നതിനെ കുറിച്ച്, കർപ്പൂരം ചേർത്തിട്ടുള്ള അത്തറ് പൂശുന്നതിനെ കുറിച്ച്, അറുകാലുള്ള വണ്ടിയിലേറിയിട്ട് പുതിയാപ്പിള പോകുന്നതിനെ കുറിച്ച്, മണിയറയായിട്ട് കബറ് മാറേണ്ടതിനെ കുറിച്ച് പാട്ട് പാടാനുണ്ടോ? അത് ജീവിതത്തിൽ സംഭവിക്കാനാണ് ഉണ്ട് എന്ന ബോധം കൂടി നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളെ വളരെയേറെ ആത്മീകമാക്കും, ക്രിയാത്മകമാക്കും. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഗാഫിറിന്റെ 21-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, വമാ ഖലഖ്ന സമാഅ വൽ അർദ് വമാ ബൈനഹുമാ ലാഇബീൻ. ആകാശത്തെ, ഭൂമിയെ, ഈ പ്രപഞ്ചത്തെ ഒരു കളിയായിട്ടല്ല നാം പടച്ചത് എന്നാണ്. പിന്നെന്തിനാ? അത് വലിയ കാര്യമാകുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മളെത്തി. അതൊരു കളിയല്ല, വളരെ ഗൗരവമുള്ളൊരു ഏർപ്പാടാണത്. ഇനി ഈ പ്രപഞ്ചത്തിൽ എങ്ങനെ വിജയിക്കാൻ പറ്റുമെന്ന്, ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റുമെന്ന് ഗൗരവത്തിൽ ആലോചിക്കാൻ ഈ ഒരു മുഹറത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. പിന്നെ സാഹോദര്യം, കുടുംബ ബന്ധം. ഈ തിന്മയിലായിട്ട് പോകുന്നവനാണ് ഈ പിണങ്ങി നിൽക്കുന്നവൻ. അവൻ്റെ ആരാധനകൾ സ്വീകരിക്കൂല എന്നത്, പ്രത്യേകിച്ച് കുടുംബത്തോട് പിണങ്ങി നിൽക്കുമ്പോൾ. നമ്മൾ ആരോട് പിണക്കമുണ്ടെന്ന് മുഹറത്തിൻ്റെ 1-ാം ദിവസം ഈ ന്യൂ ഇയറിൻ്റെ ആഘോഷത്തിനിടയ്ക്ക് നമ്മളൊന്ന് ആലോചിക്കുക. ഇന്ന് തന്നെ അത് തീർക്കുകയും ചെയ്യാം. പ്രത്യേകിച്ച് കുടുംബത്തോട്. നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്നാണ് കുടുംബ ബന്ധം വിച്ഛേദിച്ചാൽ. ഒന്ന്, നമ്മുടെ അമലുകൾ സ്വീകരിക്കൂല എന്നാണ്. മാനസികമായി നമുക്ക് വലിയ സമ്മർദ്ദം ഉണ്ടാവും. കാരണം നമ്മൾ ആ വിഷയത്തിൽ ഇങ്ങനെ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവരുടെ വീട്ടിലൊരു കാറ് മേടിച്ചു, എന്നാൽ എങ്ങനെയെങ്കിലും ലോൺ എടുത്തിട്ട് നമ്മുടെ വീട്ടിലും അതിനെ വെല്ലും വിധത്തിലുള്ളൊരു കാറ് വേണമെന്ന് ആലോചിക്കുകയാണ്. ഈ മനുഷ്യനെവിടെയാണ് സ്വസ്ഥത ഉണ്ടാവുക? അവരുടെ വീട്ടിൽ എന്തോ ഒരു പുതിയ നിർമ്മാണ പ്രവൃത്തി നടത്തി, എന്നാൽ നമുക്കും വേണം അത് എന്ന് അതിലേറെ വിപുലമായി നടത്തണം എന്ന് ആലോചിക്കുകയാണ്. എന്നതിന് എന്ത് ചെയ്യണം? ആധാരം പണയം വെക്കുക, അല്ലാതെ എന്ത്? ആധാരം പണയം വെക്കുക, അല്ലാതെ എന്ത്? ഈ മനുഷ്യന് സ്വസ്ഥത ഉണ്ടാവില്ല. ആഖിറത്തിനെ കുറിച്ചും ദുന്യാവിനെ കുറിച്ചും വിചാരിക്കാനും ചിന്തിക്കാനും അവന് സമയവും കിട്ടൂല. എപ്പോഴും ഈ ഈർഷ്യതായിരിക്കും. അസൂയ നന്മകളെ തിന്നുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അസൂയ ഉണ്ടാകുന്നതോടുകൂടെ ചെയ്ത നന്മകൾ ബാത്തിലാവുക എന്നാണ് അതിൻ്റെ ഒരർത്ഥം. വേറൊരർത്ഥം നമുക്ക് ഇങ്ങനെയും സങ്കല്പിക്കുക, നന്മ ചെയ്യാൻ പറ്റൂല എന്ന്. ഹൃദയം മൊത്തം ഈ ഒരു വിങ്ങലിലാണ്. എങ്ങനെയാണ് അവനെ തോൽപ്പിക്കുക എന്നുള്ള വിങ്ങലിൽ. പിന്നെ എങ്ങനെ ഖുർആൻ ഓതാൻ പറ്റുക? പിന്നെ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലാൻ പറ്റുക? പിന്നെ എങ്ങനെ ജമാഅത്തിന് പോകാൻ പറ്റും? അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ മുഹറത്തിൻ്റെ 1-ാം ദിവസം നമ്മൾ തീരുമാനിക്കുക. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. മുഅ്മിനീങ്ങൾ സഹോദരന്മാരാണ്. ഫസ്ലിഹു ബൈന അഖവൈക്കും. അതുകൊണ്ട് സഹോദരങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം. നിങ്ങൾ പക്ഷം ചേർന്ന് കുടുംബ ബന്ധുക്കൾക്കിടയിലുള്ള പിണക്കം രൂക്ഷമാക്കുകയല്ല വേണ്ടത്. എങ്ങനെയെങ്കിലും മസ്ലഹത്തിന് ശ്രമിക്കണം. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ആ പിണക്കം സജീവമായാൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഭൗതികമായി മെച്ചുണ്ടാവും എന്ന് ആലോചിച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ചെടുത്തുകൊണ്ടേയിരിക്കും. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ബന്ധുക്കൾ അകലും, കൊലപാതകങ്ങൾ പോലും സംഭവിക്കും. അതില്ലാതിരിക്കാൻ നമ്മൾ നല്ല വിശ്വാസികളാവുകയും അതോടൊപ്പം നന്മയെക്കുറിച്ച് ആലോചിക്കുകയും ഇസ്ലാഹ്, മസ്ലഹത്ത്, വിട്ടുവീഴ്ച, പരസ്പരം ബന്ധം, സ്നേഹം പുലർത്താൻ ശ്രമിക്കുകയും ചെയ്യുക. വളരെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം മുഹറം നൽകുന്ന പ്രതീക്ഷകളും പ്രത്യാശകളുമാണ്. മുഹറം വെറുതെ കഴിഞ്ഞു പോകല്ല. ഞാൻ നേരത്തെ പറഞ്ഞ മൂസാ നബി രക്ഷപ്പെട്ടു. നമ്രൂദിന്റെ തീകുണ്ടത്തിൽ നിന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം രക്ഷപ്പെട്ടതും മുഹറത്തിലാണ്. അങ്ങനെ കുറേ മഹാത്മാക്കളുടെ ശത്രുക്കളെ നിഗ്രഹിച്ചതും അവർ രക്ഷപ്പെട്ടതും നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ വെള്ളപ്പൊക്കം അവസാനിക്കുന്നതും ഒക്കെ നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ മുഹറത്തിലാണെന്ന് മനസ്സിലാവും.
ഹിജ്റയുടെ സന്ദർഭം ആലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പ്രിയ കൂട്ടുകാരൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും സൗർ ഗുഹയിലിരിക്കുന്ന സന്ദർഭത്തിൽ നേരെ ആ ഗുഹാമുഖത്ത് ശത്രുക്കൾ എത്തുന്നുണ്ട്. നമുക്കറിയാലോ ആ കഥ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വല്ലാതെ ബേജാറാകുന്നു. കാരണം ശത്രുക്കളുടെ കാല് കാണാനാകുന്നുണ്ട്. അവരെങ്ങാനും കുനിഞ്ഞ് ഈ ഒരു ഗുഹയിലേക്ക് പാളി നോക്കിയാൽ തീർച്ചയായും ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിക്കപ്പെടും. 100 ഒട്ടകമാണ് അബൂജഹൽ പ്രതിഫലം നൽകിയിട്ടുള്ളത്. ഈ 100 ഒട്ടകം നേടാൻ വേണ്ടി അറബി യോദ്ധാക്കൾ, ചെറുപ്പക്കാർ നാടാകെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരാണ് തെരഞ്ഞ് സൗർ ഗുഹയുടെ മുന്നിലെത്തുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമെന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ന്യായമായും പ്രതീക്ഷിച്ചു. അവിടുന്ന് വല്ലാതെ വിഷമിച്ചു. ഇത് മനസ്സിലാക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഹയി ഇറങ്ങുന്നു. സൂറത്തു തൗബയുടെ 40-ാമത്തെ വാക്യം, ഇദ്ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. രണ്ടുപേരും ഗാർ സൗറിലായ സന്ദർഭം. പ്രിയപ്പെട്ട റസൂൽ തൻ്റെ കൂട്ടുകാരനോട് പറയുന്നു, ലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്, ഇന്നല്ലാഹ മഅനാ, പടച്ച റബ്ബ് നമ്മോടൊപ്പമുണ്ട്. ലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്, ഇന്നല്ലാഹ മഅനാ, പടച്ച റബ്ബ് നമ്മളോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് ഗുഹാമുഖത്ത് മാടപ്രാവ് മുട്ടയിടുന്നത്. അതുകൊണ്ടാണ് ഗുഹാമുഖത്ത് കാലങ്ങൾ പഴക്കം തോന്നും വിധത്തിൽ ചലന്തി വലയും ചിലന്തിയും പ്രത്യക്ഷപ്പെടുന്നത്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. റസൂൽ അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിഴലായ സിദ്ദീഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുനാക്കിലൂടെ പരിശുദ്ധ ഖുർആൻ ഒരാളുടെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെ ഒരു ആശ്വാസം പറയുന്നത്. ലാ തഹ്സൻ, ടെൻഷൻ അടിക്കരുത്, ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖ് തങ്ങളോട് റസൂലുള്ളാഹി ചോദിക്കുന്നുണ്ട്, മാ ലന്നുക ബിസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. ഈ രണ്ടുപേരെ കുറിച്ച് അങ്ങ് എന്ത് വിചാരിക്കുന്നു സിദ്ദീഖോരെ? മാ ലന്നുക ബിസ്നൈൻ, ഈ രണ്ടുപേരെ കുറിച്ച് താങ്കളുടെ വിചാരം എന്താണ്? അല്ലാഹു സാലിസുഹുമാ, പടച്ച റബ്ബ് മൂന്നാമനായിരിക്കെ ഈ രണ്ടുപേരെ കുറിച്ച് താങ്കൾ എന്ത് വിചാരിക്കുന്നു? തോറ്റുപോകുന്നാണോ? പരാജയപ്പെടുന്നാണോ? ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോകുന്നാണോ? ഒരിക്കലും പാടില്ല. എന്തുകൊണ്ട്? അല്ലാഹു സാലിസുഹുമാ, പടച്ചവൻ മൂന്നാമനായുണ്ട് നമ്മളോടൊപ്പം. ഇത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ കൊണ്ടാണ് തകർന്നു തരിപ്പണമായി കിടക്കുന്ന ഗസയിൽ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്, ജമാഅത്ത് നിർവഹിക്കുന്നത്. കുഞ്ഞുകുട്ടികൾ പൊളിഞ്ഞ് തകർന്ന അവരുടെ കളിപ്പാട്ടം കയറുകൊണ്ട് കെട്ടിക്കൂട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത്, പാവപ്പെട്ട മനുഷ്യർ ജോലിക്ക് പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാലന്നുക ബിസ്നൈൻ, രണ്ടുപേരെ കുറിച്ച് അങ്ങ് എന്ത് വിചാരിക്കുന്ന സിദ്ദീഖോറേ? അല്ലാഹു സാലിസുഹുമാ, പടച്ചോൻ മൂന്നാമനായിരിക്കെ. അത് പറയാൻ പറ്റും വിധം ആത്മീകമായി ഔന്നിത്യം പ്രാപിച്ചവരായിരുന്നു മുത്തറസൂലും സിദ്ദീഖ് തങ്ങളും. അവിടെ നമ്മൾ കുറയുന്നതനുസരിച്ച്, ആ ഒരു യോഗ്യത തീരുന്നതനുസരിച്ച് പരീക്ഷണങ്ങൾ നീണ്ടെന്നിരിക്കും. എന്നാലും മുഹറം നൽകുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ വിശ്വാസി എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുമെന്നല്ല, അവൻ ആത്യന്തികമായി വിജയിക്കുമെന്നാണ്. എല്ലാ ഗുഹയ്ക്കപ്പുറത്തും വെളിച്ചമുണ്ടാകുമെന്ന് തന്നെയാണ്. അന്ധകാരം എത്ര ഘനം കൂടിയാലും അതിനപ്പുറം തെളിച്ചം വരുമെന്ന് തന്നെയാണ്. ഈ ഒരു പ്രതീക്ഷ വിശ്വാസിക്ക് കൂടുതലുണ്ടാകണം. മുഹറം അതിന് പ്രേരണ നൽകുകയും വേണം. പുതിയ കാലത്ത് ജീവിതം തന്നെ പ്രയാസമാണ് ആത്മീകമായി. അതൊരു കാലം വരുമെന്ന് മുത്തറസൂൽ പറയുന്നുണ്ട്. അതൊന്നുമല്ല, കുറച്ചുകൂടാണ്ട് പോകും. യമനാളിൻ്റെ അടുത്തെത്തുമ്പോഴേക്ക് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജ്വലിച്ചു നിൽക്കുന്ന ഒരു തീ കട്ട ഇങ്ങനെ ഞെക്കിപ്പിടിക്കുന്നത് പോലെ ഉണ്ടാകുന്നതാണ് ജീവിതം. അത്രമേൽ ദുസ്സഹമാകും. അങ്ങോട്ടൊക്കെ എത്തുമ്പോഴും പരിശുദ്ധമായ മുഹറം നൽകുന്ന പ്രതീക്ഷകൾ നമ്മളെ മുന്നോട്ട് നയിക്കണം. പിന്നെയും ജോലിക്ക് പോകണം, നിരന്തരമായി അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം.
മക്കളിൽ പ്രതീക്ഷ വെക്കണം. തീർന്നല്ല ജീവിതം, ലോകം എന്ന് ഒരിക്കലും നിരാശപ്പെടാൻ നിൽക്കരുത്. പിന്നെ നമ്മുടെ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കണം. ഒരാളോടും വിദ്വേഷം വേണമെന്നല്ല ഞാൻ പറയുന്നത്, വിശ്വാസിയാകണം. അങ്ങനെ വരുമ്പോൾ സഹോദരിമാർ ഡ്രസ് കോഡ് ശ്രദ്ധിക്കേണ്ടി വരും. പുരുഷന്മാർ ഹറാമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും. ഗീബത്ത്, നമീമത്ത് പോലെയുള്ള നമ്മുടെ നാക്കിൻ്റെ ചാബല്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിരക്തരാവേണ്ടി വരും. ജനങ്ങളുടെ സമ്പത്തിൽ ഹലാലായ രീതിയിലല്ലാതെ ഒരെണ്ണം പോലും, ഒരു ചില്ലി ക്യാഷ് പോലും സ്വന്തമാക്കാതെ സൂക്ഷ്മത കാണിക്കേണ്ടിയും വരും. എന്ന് വെച്ചാൽ സമ്പൂർണ്ണ മുസ്ലിം ആകേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് എല്ലാ പരീക്ഷണങ്ങളും നമുക്ക് പുഷ്പം പോലെ നേരിടാൻ പറ്റും. ഇതാണ് ചരിത്രം, ഇതാണ് പ്രമാണങ്ങൾ. പക്ഷെ ഏതെങ്കിലും ഒരു ടീമിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വൃത്തികെട്ട സംസ്കാരം നമ്മൾ പിന്തുടരാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അമ്പെ പരാജയപ്പെടും. ഡ്രസ്സിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മുടിയുടെ വിഷയത്തിലൊക്കെ പുരുഷന്മാർ നന്നായിട്ട് ശ്രദ്ധിക്കുക. കുറേ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആണും പെണ്ണൊക്കെ വരും ഈ സോഷ്യൽ മീഡിയയിൽ. അള്ളാഹു ഹൃദയത്തിലേക്കല്ല നോക്കുന്നത്. പിന്നെന്താ, ഫ്രണ്ടാവുന്ന ആണിനോടൊപ്പം ഒന്ന് കൈപിടി നടന്നാൽ അള്ളാഹു ഹൃദയത്തിലേക്കല്ല നോക്കുന്നത്. പിന്നെന്താ, ചെറിയൊരു പാവാടയും ചെറിയൊരു കുപ്പായൊക്കെ ഇട്ട് നടന്നാൽ ന്യായം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് ഇബ്ലീസിന്റെ ഏറ്റവും വലിയൊരു ഐഡിയ. നമ്മളെ ന്യായം പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ചു കൊണ്ടേയിരിക്കും. അത് പലപ്പോഴും ആത്മീയമായ ന്യായങ്ങളായിരിക്കും. നമ്മുടെ റമദാനിലൊക്കെ എത്രമാത്രം ഖുർആൻ ഓതിയെന്നും വിചാരിച്ചിട്ട് ഇനി ഓതാതിരിക്കാൻ പ്രേരിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇവിടെ നമ്മുടേതായ തനത് സംസ്കാരത്തിലേക്ക് നമ്മളെത്തിയാൽ, നമ്മുടേതായ ഭാഷ, നമ്മുടേതായ വേഷം, ഭാഷ എന്ന് പറഞ്ഞാൽ അറബി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നേരെ മറിച്ച് വളരെ സഭ്യമായ ഭാഷ. അതാണ് വിശ്വാസിയുടെ രീതി. വൃത്തികേട് അവൻ്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. സംസ്കാരം, വേഷം എല്ലാം കൃത്യമായി നമ്മൾ പിന്തുടരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ മുന്നേറ്റത്തിലെത്താൻ പറ്റും. യൂറോപ്പിലൊക്കെ പരിശുദ്ധ ഇസ്ലാം വർദ്ധിച്ചു വരുന്ന അങ്ങനെയല്ലേ. 4 വർഷം മുന്നേ 2500 മുസ്ലിങ്ങളുള്ള, ഇപ്പോൾ ലോകകപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്രൈസ്തവ ഭൂരിപക്ഷ നാട്ടിൽ ഇപ്പോൾ 10,000-ഓളം മുസ്ലിങ്ങളുണ്ടെന്നാണ് ഏറ്റവും പുതിയ കണക്ക്. ഇതെങ്ങനെ സംഭവിക്കുന്നതാണ്? അതിലേക്ക് ആകർഷിക്കപ്പെട്ട് സമൂഹം കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരാഴ്ചയിൽ മാത്രം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട വളരെ പ്രമുഖരായ 4 വ്യക്തികളുടെ ഇസ്ലാം ആശ്ലേഷം. 4 വ്യക്തികൾ വളരെ പ്രമുഖർ, അവരുടേതായ മേഖലകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നവർ. കേരളത്തിൽ കഴിഞ്ഞ മാസം ഒരു പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. ഇറാനിൽ വന്ന് ഇസ്ലാം എന്തെന്ന് മനസ്സിലാക്കിയപ്പോൾ യഥാർത്ഥ മതരീതിയിലേക്ക് കടന്നു വന്ന ഒരു പത്രപ്രവർത്തകയുടെ വളരെ മനോഹരമായ ഹൃദ്യമായ ഒരു ആത്മകഥ. മനുഷ്യനായി കാണാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ എല്ലാ വിദ്വേഷത്തിൽ നിന്നും, വൈകൃതങ്ങളിൽ നിന്നും, വൃത്തികേടുകളിൽ നിന്നും, മയക്കുമരുന്ന് പിടിക്കുന്ന ലിസ്റ്റ് വരുമ്പോൾ ആ ലിസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് മാറി നിൽക്കാൻ പറ്റിയാൽ, എന്നുവെച്ചാൽ മതം നമ്മളോട് പറഞ്ഞ ധാർമ്മിക ശീലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമുക്ക് സാധിച്ചാൽ, പരിശുദ്ധ ഇസ്ലാം സമൂഹം എങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചോ അവരെല്ലാവരും അതിൽ നിന്ന് സമ്പൂർണ്ണമായി മാറാനും മതത്തെക്കുറിച്ച് പഠിക്കാനും തയ്യാറാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം അതാണ്, വർത്തമാനവും അതാണ്, അനുഭവവും അത് തന്നെയാണ്. അത് മുഹറത്തിൽ നമ്മൾ തീരുമാനിക്കണം. ഒന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്, ഇനി നാവിൽ വൃത്തികേടം വരൂല, അശ്ലീലം വരൂല, ഞാൻ ഏറ്റവും നല്ല വിശുദ്ധനായി ജീവിക്കാൻ ശ്രമിക്കുന്നു, എല്ലാവരോടും സഭ്യമായി ഞാൻ ഇടപെടുമെന്ന്. ദുഃഖമൊക്കെ മനസ്സിലിങ്ങനെ ഉണ്ടാവും പല കാരണത്താൽ, എന്നാലും ചുണ്ടിലൊരു പുഞ്ചിരി മാറരുത്. അതാണ് മുത്തറസൂൽ നമ്മളെ പഠിപ്പിച്ചത്. ദുഃഖം കൊണ്ട് അവിടുത്തെ ഹൃദയം തകർന്ന എത്ര സന്ദർഭങ്ങളുണ്ടായി. ഈർഷ്യത കാണിച്ചു നടന്നു, വിദ്വേഷം വെച്ചു, കമന്ന് കടന്ന് മൊത്തം കമ്പിളി പുതച്ചു. ഇതാവണം നമ്മുടെയും രീതി എന്ന് മുഹറത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നമ്മൾ തീരുമാനിക്കുക.
ചില ആളുകളുടെ നാട്ടിൽ ഭയങ്കര ഉഷാറായിരിക്കും, കുടുംബത്തിൽ വളരെ വൃത്തികെട്ടവനായിരിക്കും. ഭാര്യനോട് നല്ല രീതിയിലൊരു സംസാരം ഇതുവരെ നടത്തിയിട്ടുണ്ട്, സന്തോഷത്തിലൊരു വർത്തമാനം. അവരെന്തെങ്കിലും ഒരു നല്ല കാര്യം പറയുന്ന സമയത്ത് കുറേ നേരം മിണ്ടാണ്ടിരുന്നു എന്നൊരു ഞെക്കൽ മാത്രമേ നടത്തുള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ആൺകുട്ടികളോട് ഒരക്ഷരം മിണ്ടൂല സ്നേഹത്തിൽ. അവർ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ആയാലേ വാപ്പാകുള്ളൂ എന്നാണ്. ചില ആളുകൾ പേരക്കുട്ടികളോടൊന്നും മിണ്ടൂല. പേരക്കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി വാഹനമായി 4 കാലിൽ മുട്ടുകുത്തി നിന്ന ഹബീബായ റസൂലിൻ്റെ അനുയായികളാണ് നമ്മളെന്ന് മനസ്സിലാക്കണം. സൽമാൻ ഫാരിസി കടന്നു വരുന്നുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു മുത്ത് റസൂലിൻ്റെ പുറത്തിരുന്നിട്ട് ഇങ്ങനെ വണ്ടിക്കളി കളിക്കുകയാണ്. നമ്മുടെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞ അമ്പക്കളി കളിക്കുകയാണ്. അദ്ദേഹം പെട്ടെന്ന് കയറി വന്നപ്പോൾ മുത്ത് റസൂൽ ജാള്യത്തിൽ ന്യായീകരണം നടത്തിയോ. ഞാൻ അങ്ങനെ ഇവിടെ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരും പുറത്തൊക്കെ ചാടി കയറി. ഞാനിവിടെ എണീറ്റ് ഒഴിവാക്കാൻ നോക്കുമ്പോഴേക്കും നിങ്ങൾ വന്നു. അങ്ങനൊക്കെ പറഞ്ഞോ? ഇല്ല. മഹാനായ സൽമാൻ അൽ ഫാരിസി പറയുന്നുണ്ട്, മക്കളെ നിങ്ങളുടെ വാഹനം അടിപൊളിയാണല്ലോ എന്ന്. മുത്ത് റസൂൽ ആ മക്കളെ കുറ്റപ്പെടുത്താതെ അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ പക്ഷം ചേർന്ന് പറഞ്ഞു, സൽമാൻ, യാത്രക്കാരൊട്ടും മോശക്കാരല്ല എന്ന്. വാഹനം മാത്രമൊന്നുമല്ല നല്ലത്, ഈ വാഹനപ്പുറത്തേറിയ ഹസനും ഹുസൈനും റളിയല്ലാഹു അൻഹുമാ ഒട്ടും മോശക്കാരല്ല, യാത്രികരും മോശക്കാരല്ലെന്ന് ഈ മക്കളോട് പക്ഷം ചേർന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിക്കുന്നു. എന്നിട്ട് ചരിത്രത്തിൻ്റെ ഇങ്ങേ തലക്കെ ഞാനൊരു ഭയങ്കര സംഭവമെന്ന് വിചാരിച്ച് ഫുൾ പള്ളിയിലും എല്ലാ ദിക്റുകൾക്കയിലും ഒക്കെ നടക്കണ ആജിയാർ ആൺകുട്ടികളോടൊരക്ഷരം മിണ്ടൂലേ, അല്ലെ പേരക്കുട്ടികളോട് ഇതുവരെ സ്നേഹത്തിൻ്റെ ഒരു വർത്തമാനം പറഞ്ഞിട്ടുണ്ടാവില്ല. ഇതല്ല നമ്മുടെ സംസ്കാരമെന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെ എപ്പോഴും വേണ്ട ഒരു കാര്യം, അറിവ് നേടാനുള്ള ഒരു തീരുമാനം എടുക്കുക. നമ്മുടെ നിസ്കാരങ്ങളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ, എത്ര അഭാഗങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ ലക്കവും സുന്നി വോയിസ് വായിച്ചാൽ മതി, നമ്മുടെ ഇബാദത്ത് കുറേ നന്നാവും. ചോദ്യോത്തരങ്ങളിലൊക്കെ പ്രധാനമായിട്ടുണ്ടാവാൻ നിസ്കാരത്തെക്കുറിച്ചാണ്, നോമ്പിനെ കുറിച്ചാണ്. ഓരോ സീസണിലും സംബന്ധമായ മസാലകൾ അതിൽ ധാരാളം വരും. ആത്മീയമായി പുരോഗതി പ്രാപിക്കാനുള്ള നല്ല ലേഖനങ്ങൾ ഉണ്ടാകും. അതൊന്ന് തുറന്നു വായിച്ചാൽ മാത്രം മതി നമ്മൾ ആത്മീയമായും വൈജ്ഞാനികമായും പുരോഗതിയിലേക്ക് എത്തും. സ്വൈസിൻ്റെ സുന്വേസിൻ്റെ ക്യാമ്പയിന് വരികയാണ്. അതേ മുൻനിർത്തിയല്ല ഞാനിത് പറയുന്നത്. എനിക്ക് ധൈര്യമുള്ളൊരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ചമ്മലശ്ശേരി ഭാഗത്തുണ്ട് റിട്ടയർഡ് ആകുന്ന ഒരു അധ്യാപകൻ. അദ്ദേഹത്തിന് വായിക്കാൻ വേണ്ടി മാത്രം വീട്ടിൻ്റെ തൊട്ടുപുറത്ത് ചെറിയൊരു ചായ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. വലിയ സമ്പന്നനൊന്നുമല്ല, അടിപൊളി ചായ്പല്ല, എന്നാലും ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റുന്ന ചെറിയൊരു സംവിധാനം. ഒരു പ്രാവശ്യം ഞാനത് കണ്ടു. ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, അകത്തിരുന്ന് വായിച്ചാൽ പോരെ? അദ്ദേഹം പറഞ്ഞു, അകത്തിരുന്ന് വായിക്കാറുണ്ട്, പക്ഷെ മക്കളൊക്കെ വന്നാൽ, പേരക്കുട്ടികളൊക്കെ വന്നാൽ അവിടെ പിന്നെ ഓരോ ലോകമാവും. അപ്പം എൻ്റെ ശ്രദ്ധ പാളും, എനിക്ക് വായന അത്ര സുഖം കിട്ടൂല. അപ്പം ഞാൻ പുറത്തുണ്ടാക്കിയതാണ്. അതിൻ്റെ അപ്പുറത്ത് മുപ്പര് ചാമ്പ വെച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് നല്ല ഈ 3 പ്രാവശ്യമൊക്കെ കായ്ച്ചുകൊണ്ടിരിക്കുന്ന വിയറ്റ്നാം വേളി പിലാവുണ്ട്. അദ്ദേഹത്തിനാകും വിധം അവിടെയൊക്കെ വിവിധങ്ങളായ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു വായനാ റൂമും ഉണ്ട്. ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നത് എപ്പോഴാണെന്നറിയാം. ഒരു ദിവസം എന്നെ വിളിച്ചു, സുന്നി എഡിറ്ററല്ലേ ഞാൻ ചോദിച്ചു. അതേന്ന് പറഞ്ഞു. എനിക്ക് ഇപ്രാവശ്യം വന്ന സുന്നി വോയിസിൽ 2 പേജ് പ്രിൻറ്റിങ് പതിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത് മുടങ്ങിയ സങ്കടത്തിലാണ് മൂപ്പരയാൾ എന്ത് ചെയ്യണേ, എന്നെ വിളിക്കണത്. ഞാൻ അയാൾക്ക് സ്പെഷ്യൽ റിസ്ക് എടുത്തിട്ട് ഫുള്ളും പതിഞ്ഞ ഒരു സുന്നി വോയിസ് അയച്ചു കൊടുത്തു, കൊണ്ടുപോയി കൊടുത്തു. അയാളെ കാണാൻ പോയപ്പോൾ ഞാൻ കൊണ്ടുപോയി കൊടുത്തു. നമ്മളാലോചിച്ച് നോക്കുക, 1000 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളൊക്കെയാണ് പ്രതിഫലം പറയുന്നത് ഒരു മസല പഠിക്കണതിന്. നബി തങ്ങൾ മിൻഹാജിന്റെ ആരംഭത്തിൽ പറയണത് ഏറ്റവും ശ്രേഷ്ഠമായ മൂല്യവത്തായ സമയം ഉപയോഗപ്പെടുത്താൻ ഏറ്റവും പറ്റിയത് വിജ്ഞാനം പഠിക്കലാണ് എന്നാണ്. ഏറ്റവും മൂല്യവത്താണ് സമയം, അത് ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു സംഗതിയാണ് വിജ്ഞാനം പഠിക്കുക എന്നുള്ളത്. അതാണ് നബി ഇമാം അവിടുത്തെ മിൻഹാജിന്റെ ആമുഖത്ത് പറയുന്ന ഒരു കാര്യം. തൂഫത് മനോഹരമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. മഹല്ലി തങ്ങൾ അവിടുത്തെ ശൈലിയിൽ അത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോ സമയം ഉപയോഗപ്പെടുത്തി ഇൽമ് നേടുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക. ക്ലാസ്സൊക്കെ കഴിഞ്ഞു പോയാൽ പോരാ, അതേക്കുറിച്ചുള്ള ബോധത്തിലേക്ക് നമ്മൾ പിന്നെ എത്തുക, ആലോചിച്ചുകൊണ്ടിരിക്കുക.
നമ്മൾ കേട്ടൊരു കാര്യം 1 മണിക്കൂറോളം ഏകദേശം 90% നമ്മുടെ മനസ്സിലുണ്ടാവും. അത് പിന്നെയും ആവർത്തിച്ച് മനസ്സിൽ സ്ഥിരമാക്കി വെക്കുക. അവസാനമായി പ്രാർത്ഥനാനിരതമായൊരു ജീവിതം. നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, അനന്തരം ഇമാം ഉസ്താദ് ദ്വാരക്കണുണ്ട്, നമ്മൾ ആമീൻ പറയുന്നുണ്ട്. പ്രാർത്ഥനയാണത്. ആമീൻ പറയൽ പ്രാർത്ഥനയാണ്. പക്ഷെ ഖുർആൻ തന്നെ അത് സൂചിപ്പിക്കുന്നുണ്ട്. മൂസാ നബി ദുആ ചെയ്ത് ഹാറൂൻ നബി ആമീൻ പറഞ്ഞതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത് നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം നൽകിയെന്നാണ്. ആമീൻ പറയൽ പ്രാർത്ഥന തന്നെയാണ്, തർക്കമൊന്നുമില്ല. വിവിധ സന്ദർഭങ്ങളിൽ നമ്മൾ വേറെയും പ്രാർത്ഥിക്കുന്നുണ്ട്. ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാ അല്ലാഹുമ്മ ഇന്നി അഊദു നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അതൊന്നും അല്ലാത്തൊരു സ്പെഷ്യൽ പ്രാർത്ഥന നമുക്ക് ഡയലി ഉണ്ടാവണം. അദ്ദിന് ശേഷമാവാം, തഹജ്ജുദിന് ശേഷമാവാം. അത് കുറേ ദീർഘിക്കണമെന്നൊന്നുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ഏതാണ്? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അത് മനസ്സറിഞ്ഞ് പറയാം. ഏത് ഭാഷയിലാണെങ്കിലും ഹൃദയം തുറന്ന് റബ്ബിനോട് സംവദിക്കുന്ന ഏതാനും നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഡയലി ഉണ്ടാകണം. നമ്മുടെ വിഷമങ്ങളൊക്കെ അവിടെ പറയണം. മക്കളുടെ അബദ്ധചലനം അവിടെ പറയണം. സാമ്പത്തികമായി പരാധീനത പറയണം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. എല്ലാത്തിനും അപ്പുറം ഖബറിൻ്റെ നിശബ്ദതയിൽ സന്തോഷത്തോടു കൂടെ കഴിയാനുള്ള മാർഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സിറാത്ത് പാലം കടക്കാൻ പ്രാർത്ഥിക്കണം. സ്വർഗത്തിൽ ഉന്നതരോടൊപ്പം ഒരുമിച്ച് കൂടാൻ പ്രാർത്ഥിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു തുടക്കത്തിൽ സൂറത്ത് ആൽ ഇംറാനിലെ അവസാനത്തെ വാക്യങ്ങൾ. അള്ളാന്റെ റസൂലോര് തഹജ്ജുദ് നിസ്കരിച്ച് ആകാശഗംഗയിലേക്ക് നോക്കി എല്ലാ മഹാത്ഭുതങ്ങളും നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന സന്ദർഭത്തിൽ ഈ ആയത്തുകൾ ഓതാറുണ്ടായിരുന്നുവെന്ന് ചരിത്രം. അതോതിങ്ങനെ വന്നോക്കൂ, അത് ഫുള്ള് പ്രാർത്ഥനയാണ്. റബ്ബനാ ഇന്നനാ സമിഅനാ മുനാദിയൻ യുനാദി ലിൽ ഈമാൻ അൻ ആമിനൂ ബിറബ്ബിക്കും ഫആമന്നാ. വിശ്വസിക്കൂ എന്ന വിളിയാളം ഞങ്ങൾ കേട്ടു റബ്ബേ, അതിന് ഞങ്ങൾ കീഴ്പ്പെട്ടു, ഞങ്ങളിതാ നിന്റെ വിശ്വാസികളായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഫആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ, പാപങ്ങൾ പൊറുക്കണം. വകഫിർ അന്നാ സയ്യിആതിനാ, തിന്മകൾ നീ മായ്ച്ചു കളയണം. വതവഫനാ മഅൽ അബ്റാർ, നല്ലവരോടുകൂടെ മരണപ്പെടണം. നല്ലവരോടുകൂടെ ഒരുമിച്ച് കൂടണം. നല്ലവരുടെ വിശുദ്ധിയുടെ ചുളിവിലൂടെ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയണം. മുഹറത്തിൻ്റെ ആദ്യ ദിവസം നമ്മളെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, പ്രതിജ്ഞ, പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം നമുക്ക് ഏതാനും നിമിഷങ്ങൾ ഉണ്ടാകുമെന്നാണ്. അത് അത്തഹിയാത്തിൽ നമ്മൾ ലാസ്റ്റ് പറയുന്ന പ്രാർത്ഥന അല്ല, ഖുനൂത്തിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയല്ല, നിസ്കാരാനന്തരം പ്രാർത്ഥനയല്ല, പടച്ച റബ്ബുമായി നേരിട്ട് കൽബ് തുറന്ന് സംവദിക്കുന്ന പ്രത്യേകമായൊരു സന്ദർഭം. അതുകൂടെ പ്രതിജ്ഞ എടുത്ത പ്രതിജ്ഞകളൊക്കെ പാലിക്കുമെന്ന പ്രതിജ്ഞ ഒന്നുകൂടെ എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം. എല്ലാവർക്കും പുതുവർഷാശംസകൾ നേരുന്നു. പടച്ച റബ്ബ് നമ്മുടെ നന്മകൾ ഇതുവരെയുള്ള ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. കൂടുതൽ നന്മ ചെയ്യാൻ അള്ളാഹു നമുക്കൊക്കെ ഉദവിയേകട്ടെ. ജീവിതത്തിൻ്റെ വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് പലജാതി അഭാഗങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അള്ളാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ആരോഗ്യപരമായ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ദീനിൻ്റെ പ്രബോധന വീതിയിൽ ആരാധനയുടെ മാർഗത്തിൽ സജീവമാവാൻ അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.